നമസ്കാരം. ഇക്കഴിഞ്ഞ നാളുകളിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവം സ്വർണ്ണക്കടത്തും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുമാണ്. പി അൻവർ MLA ഉയർത്തിയ ആരോപണം, മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന തുടങ്ങിയവ കൊണ്ട് ആ ആഴ്ചകളെല്ലാം വാർത്താമാധ്യമങ്ങൾക്ക് നല്ല ചൂടേറിയ ടോപ്പിക്കായി സ്വർണ്ണക്കടത്ത് വിഷയം മാറിയിരുന്നു. സ്വർണ്ണക്കടത്ത് എന്ന വാക്കിനോടൊപ്പം മലയാള ഭാഷയ്ക്ക് ഒരു പുതിയ പദം കൂടി ലഭിച്ചിരുന്നു. അതാണ് സ്വർണം പൊട്ടിക്കൽ. സ്വർണം കടത്തുന്നവരിൽ നിന്ന് അത് തട്ടിയെടുക്കുക എന്ന പുതിയ രീതി. പിന്നീട് അത് സർവ്വസാധാരണ സംഭവം പോലെയായി. ആ സമയത്താണ് രാജ്യത്ത് സ്വർണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടു വന്ന വലിയൊരു മാറ്റം കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടായത്. അതിന്റെ പ്രതിഫലനം പിന്നീട് സ്വർണ്ണ വ്യാപാര മേഖലയിലും ഉണ്ടായി. കേന്ദ്ര സർക്കാർ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ തീരുവ കുറച്ചു എന്നതായിരുന്നു ആ മാറ്റം. കേന്ദ്ര ബഡ്ജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 15% നിന്ന് 6% കുറച്ചു. ഇതോടെ സ്വർണ്ണക്കടത്തുന്നതും കുറഞ്ഞു. സ്വർണം കടത്തുന്നത് അത്ര ലാഭകരമല്ലാതായി മാറി. കേന്ദ്രത്തിന്റെ ഈ തീരുമാനം വരും മുൻപ് 1 കിലോ സ്വർണം കടത്തിയാൽ വിമാന ടിക്കറ്റ്, കാരിയർമാരുടെ പ്രതിഫലം, മറ്റു ചിലവുകൾ ഇതെല്ലാം കഴിഞ്ഞ് 5 ലക്ഷം വരെ സ്വർണ്ണക്കടത്തുകാർക്ക് കിട്ടുമായിരുന്നു. ഇറക്കുമതി തീരുവ കുറച്ചതോടെ അത് 1 ലക്ഷത്തിന് താഴെയായി മാറി. അതോടെ സ്വർണ്ണക്കടത്ത് എന്നത് കേൾക്കാനില്ലാതെയായി. ഇനി പലതും പിടിക്കപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ അതിനുശേഷം വീണ്ടും ഉയർന്നു വന്ന മറ്റൊരു വിഷയം സ്വർണ്ണക്കൊള്ള എന്നതാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ കണ്ണൂരിൽ ഒരു വ്യാപാരിയുടെ വീട്ടിൽ നിന്നും 300 പവനും 1 കോടിയും കൊള്ളയടിക്കപ്പെട്ടു എന്ന വാർത്ത വൻ കോളിളക്കമുണ്ടാക്കിയിരുന്നു. അതിന്റെ അന്വേഷണം തുടരുകയാണ്. കോഴിക്കോട് സ്വർണ്ണ വ്യാപാരിയെ കാറിടിച്ച് വീഴ്ത്തി 2 കിലോ സ്വർണം കൊള്ളയടിച്ചത്, തൃശൂരിൽ ജുവലറി ഉടമകളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം തട്ടിയെടുത്തത്, ആറ്റിങ്ങലിൽ വീട്ടിൽ നിന്നും 25 പവൻ കവർന്നത്, പെരിന്തൽമണ്ണയിൽ ജുവലറി ഉടമയെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി 3.5 കിലോ കവർന്നത് തുടങ്ങി കേരളമെമ്പാടും സ്വർണ്ണക്കൊള്ളകളുടെ വാർത്തകൾ നിറയുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഇരകളാകുന്നത് സ്വർണ്ണ വ്യാപാരികളും സ്വർണം സൂക്ഷിച്ചിട്ടുള്ള വീടുകളുമാണ്. നിരവധി പുതിയ കവർച്ചാ സംഘങ്ങളും അങ്ങിങ്ങ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ വിശദീകരണത്തിൽ വടക്കൻ ജില്ലകൾ, തിരുവനന്തപുരം റൂറൽ എന്നിവിടങ്ങളിലാണ് സ്വർണ്ണക്കൊള്ളക്കാരുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ഇതിലെല്ലാം നേരത്തെ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ എന്നിവയിൽ കുപ്രസിദ്ധി നേടിയ മാഫിയ സംഘങ്ങളാണ് എന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട്. അവർ അവരുടെ ഓപ്പറേഷൻ രീതി മാറ്റിയിരിക്കുകയാണ്. ഇവരെയൊക്കെ പിടികൂടാൻ എല്ലാ ജില്ലകളിലും പ്രത്യേക ഓപ്പറേഷൻ ടീമുകളെയും നൈറ്റ് പട്രോളിംഗ് സംഘങ്ങളെയും പോലീസ് ഒരുക്കി പ്രവർത്തനം തുടങ്ങി എന്ന് ക്രമസമാധാന ചുമതലയുള്ള പുതിയ ADGP മനോജ് എബ്രഹാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും പോലീസിനെ കുഴയ്ക്കുന്ന പല പുതിയ കേസുകൾ ദിനംപ്രതി ഉയരുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ വിമാനത്താവളങ്ങളിലെ സ്വർണ്ണക്കടത്തിന്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞു കഴിഞ്ഞു. സമീപകാലത്ത് കേരളത്തിൽ ഭീതി വിതച്ച കുറുവ സംഘത്തിന്റെ വാർത്തകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. കുറുവ സംഘത്തിന്റെ അതേ മാതൃകയിൽ വേഷം ധരിച്ച് ഇവിടുത്തെ സ്ഥിരം സംഘങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. എവിടെയൊക്കെ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ ഡാറ്റ ഇവരുടെ കയ്യിലുണ്ട്. അടുത്ത കാലത്ത് നടന്ന സ്വർണ്ണക്കൊള്ളയുടെ കണക്ക് നോക്കിയാൽ സ്വർണ്ണ വ്യാപാരികൾ, സ്വർണ്ണ പണിക്കാർ, വിതരണക്കാർ എന്നിവരാണ് കൊള്ളയ്ക്ക് ഇരകളായിട്ടുള്ളത്. ഇവരുടെയൊക്കെ വീടുകൾ കൃത്യമായി സ്കെച്ച് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. വീട് പൂട്ടി ദൂരയാത്രയ്ക്ക് പോകുന്നവരുടെ വിവരങ്ങളെല്ലാം അതാത് പോലീസ് സ്റ്റേഷനുകളിൽ അറിയിക്കണമെന്നും പൊതുവെ പറയുന്നുണ്ടെങ്കിലും അത് കൃത്യമായി പാലിക്കപ്പെടുന്നുമില്ല. എത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങളും CCTVകളും ഒരുക്കിയാലും അതിനെ തകർക്കുവാനുള്ള സംവിധാനങ്ങളും കവർച്ചക്കാരുടെ കൈവശമുണ്ട്. വാതിലുകൾ തല്ലിത്തകർത്തും തീയിട്ടും കവർച്ച നടത്തിയ സംഭവങ്ങൾ പതിവായി വാർത്തകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. വമ്പൻ കവർച്ചകൾ നടക്കുമ്പോൾ അതിന് പിന്നിലെല്ലാം നേരത്തെയുള്ള മാഫിയ സംഘങ്ങൾ തന്നെയായിരിക്കും എന്ന് പോലീസിന് ഉറപ്പുമുണ്ട്. പോലീസിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടെ 147.79 കിലോഗ്രാം സ്വർണം പിടികൂടുകയും സ്വർണ്ണക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 2022 98 കേസുകളിലായി 80 കിലോ സ്വർണം പിടിച്ചെടുത്തു. 2023 അത് 49 കിലോയായി കുറഞ്ഞു. ഈ വർഷം ഇതുവരെ 18 കിലോ വരെ പിടികൂടിയെന്നാണ് കണക്ക്. ദേശീയ തലത്തിലുള്ള കണക്ക് നോക്കിയാൽ പ്രാദേശിക ഉപഭോഗവും ഇറക്കുമതിയും തമ്മിൽ 300 ടൺ സ്വർണത്തിന്റെ വ്യത്യാസമുണ്ട്. അത് നികത്തപ്പെടുന്നത് ഈ കള്ളക്കടത്തിലൂടെയാണ്. ഇതിൽ തന്നെ നല്ലൊരു പങ്ക് കേരളത്തിൽ നിന്നുമാണെന്നാണ് പറയപ്പെടുന്നത്. കള്ളക്കടത്തിലെ വൻമലയുടെ ഒരു അഗ്രം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കസ്റ്റംസ്, പോലീസ്, മറ്റു ഉദ്യോഗസ്ഥരുടെ അവിശുദ്ധ കൂട്ടായ്മയിലൂടെ സ്വർണം കടത്തിയ പല വാർത്തകളും മുൻപ് പുറത്തു വന്നിരുന്നു. എന്തായാലും സ്വർണ്ണക്കൊള്ള വ്യാപകമാകുന്ന ഈ സാഹചര്യത്തിൽ ശക്തമായ പട്രോളിങ്ങും നിരീക്ഷണവും ഉണ്ടായാൽ മാത്രമേ ഇതിനെ പിടിച്ചുകെട്ടുവാൻ കഴിയുകയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.